ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ വാവർക്കെതിരായുള്ള വർഗീയ പരാമർശത്തിൽ ശ്രീരാമ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിയുടെ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. ശാന്താനന്ദ മഹർഷിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ ഇടപെടൽ. ഹർജി അടുത്ത മാസം 15-ന് പരിഗണിക്കും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് ഈവനിംഗ് അഗെയിൻ. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇന്ന് പരിഗണിച്ച് ഈ ഒരു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്? ക്രിസ്റ്റീന, ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ പന്തളത്ത് നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ശാന്താനന്ദ മഹർഷിയുടെ ഭാഗത്തുനിന്ന് വാവർക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. വാവർ മുസ്ലിം തീവ്രവാദിയാണ്, അല്ലെങ്കിൽ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് KPCC വക്താവായ അഡ്വക്കേറ്റ് VR അനൂപ പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പിന്നാലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശാന്താനന്ദ മഹർഷി ഹൈക്കോടതിയിൽ എത്തിയത്. ഇന്നലെ ആ കേസ് ഹർജി പരിഗണിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് നിലവിൽ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ഹർജി അടുത്ത 15-ാം തീയതി പരിഗണിക്കും. മതവിദ്വേഷം തരത്തിലുള്ള രീതിയിലുള്ള വകുപ്പുകൾ അടക്കം ആണ് ചുമത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, അങ്ങനെ ശാന്താനന്ദയ്ക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്, അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.